ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. പയർ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇത്തിരി കോവയ്ക്കയും കുറച്ച് അമരയ്ക്കയും 2 പേരയ്ക്കയും കിട്ടിയിട്ടുണ്ട്. 2 മുരിങ്ങക്കായും ഉണ്ട്. പേരയ്ക്ക കിട്ടുന്നത് അതിശയമാണ്. കായ്ക്കുന്ന 4-5 തൈകൾ ഈ തൊടിയിലുണ്ട്. പക്ഷെ നമുക്ക് പേരയ്ക്ക അങ്ങനെ കിട്ടാറില്ല. എല്ലാം കിളികളും അണ്ണാനും വവ്വാലും തിന്നു പോവുകയാണ് പതിവ്. കവർ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ കിട്ടും. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ചെയ്യാറുമില്ല. ഇനി നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാലോ? ഇതാണ് ഞങ്ങളുടെ പയർ കൃഷി. മുറ്റത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്, ചട്ടിയിലായിട്ട്. ഒരു 10 ചട്ടികളിലോളം നമ്മൾ പയർ കൃഷി ചെയ്യുന്നുണ്ട്. ഈ വർഷം നല്ലതുപോലെ കായ്ച്ചു. ഇതിനോടകം തന്നെ ഒരു 8-10 കിലോ പയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത്രയധികം പയർ കിട്ടിയ ഒരു വർഷം ഇല്ല എന്ന് തന്നെ പറയാം. കുറേയേറെ നമ്മൾ മെഴുക്കുപുരട്ടി ഉണ്ടാക്കി, കുറച്ചെല്ലാം ബന്ധുക്കൾക്കും അയൽക്കാർക്കും എല്ലാം നൽകി. കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. മഴക്കാറുള്ളത് കാരണം കൊണ്ടാട്ടം ഉണ്ടാക്കലൊന്നും നടന്നില്ല. ചീരയും കൃഷി ചെയ്തിരുന്നു, പക്ഷെ അതെല്ലാം ഇപ്പോൾ കതിരിട്ട് പ്രായം വന്നു. ഇനി പുതിയ തൈകൾ വെക്കണം. ഇത് നമ്മുടെ കുറ്റി അമരയാണ് കേട്ടോ. ഇത് കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ലതുപോലെ പൂത്തിട്ടുണ്ട്. അതിന് മാത്രം കായ പിടിച്ചു തുടങ്ങിയിട്ടില്ല. എന്നാലും ഇന്നാണ് ഇതിൻ്റെ ആദ്യമായി നമ്മൾ ഇതിൽ നിന്ന് കായ് പറിച്ചെടുത്തത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വള്ളി തന്നെയാണ്, പക്ഷെ പടർന്ന് കയറുന്നൊന്നുമില്ല. നമ്മളിതിവിടെ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്, മുറ്റത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല രസമാണ്. ധാരാളം പൂക്കളുണ്ട്. കായും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ പുഴുശല്യം ഒന്നും ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ അമരയ്ക്ക, നാടൻ അമര കൃഷി ചെയ്തിരുന്നു. അത് നല്ലതുപോലെ കായ്ച്ചെങ്കിലും അതിൽ കായ മുഴുവൻ പുഴുവായിരുന്നു. ഇപ്രാവശ്യം പക്ഷേ അമരയ്ക്കയിൽ ഇതുവരെ കിട്ടിയതിൽ കായകളിൽ പുഴുകളൊന്നും തന്നെയില്ല. ഇതൊരു ചെടി പോലെ തന്നെയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് മുളക് അത്യാവശ്യം നല്ലതുപോലെ ഈ വർഷം കായ്ച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തൈകളെല്ലാം വലുതായി മുരടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ തൈ വെച്ച് പിടിപ്പിക്കുക തന്നെ വേണം. ഇത് പാവയ്ക്ക കൃഷി. പാവൽ ഈ വർഷം നല്ലതുപോലെ കായ്ച്ചു, പക്ഷേ ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ല എന്ന് പറയാം. എല്ലാ പാവയ്ക്കയിലും പുഴുവാണ്. ഇത് പലതും പുഴുവാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പറിക്കാതെ വെച്ചിരിക്കുന്നതാണ്. ചെറിയ കായ്കളാണ് ഉണ്ടായത്, പക്ഷെ പുറത്തു നിന്ന് കാണുമ്പോൾ പുഴുശല്യമൊന്നുമില്ല. നമ്മളിത് മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നിറയെ പുഴുവാണ്. പാവയ്ക്കയുടെ കൃഷി ചതിച്ചു എന്ന് തന്നെ പറയാം. ഇവിടെയും നമ്മൾ കുറച്ച് പയർ നട്ടിട്ടുണ്ട്, ഗ്രോ ബാഗിലായിട്ട്. പയർ മാത്രമല്ല, അതിനടുത്ത് കുറച്ച് തുളസി തൈകളും വെച്ചിട്ടുണ്ട്. തുളസി ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത് കീടങ്ങളുടെ ആക്രമണം കുറേയേറെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഈ വർഷം പയറിൽ മുഞ്ഞയുടെ ശല്യമൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് നല്ല വിളവ് കിട്ടിയത്. നേരത്തെ ഈ ഭാഗത്ത് ചേമ്പും ചേനയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പന്നിയുടെ ശല്യം കാരണം അതെല്ലാം അവിടെ നിന്ന് പോയി. ഇപ്പോൾ ഈ ഗ്രോ ബാഗിലെ 2 മൂട് ചേമ്പ് മാത്രമേ. പിന്നെ ഈ ഭാഗത്തുള്ളത് കുറച്ച് തക്കാളിയാണ്. തക്കാളി ഈ വർഷം നല്ലതുപോലെ നമുക്ക് കായ്ച്ചു കിട്ടി. പക്ഷേ ഇവിടുത്തെ നമ്മുടെ തക്കാളിയുടെ സീസൺ ഏതാണ്ട് കഴിഞ്ഞ പോലെ തന്നെയാണ്. ഇനിയിപ്പോൾ മഴക്കാലമല്ലേ വരുന്നത്. അത് കാരണം നമ്മൾ ഇനിയിപ്പോൾ ഈ വർഷം എന്തായാലും ഉടനെയൊന്നും തക്കാളി വെച്ച് പിടിപ്പിക്കില്ല. മഴക്കാലത്ത് നമുക്ക് അത് നല്ലതുപോലെ കിട്ടാറില്ല. ഇവിടെ അവിടെ ഇവിടെയായി 1-2 വെണ്ടത്തൈകളും ഉണ്ട്. വെണ്ടയിൽ കാര്യമായ കായ്ഫലമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. തൈകളും അത്ര ഉഷാറോടൊന്നും അല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഇത് നമ്മുടെ കോവയ്ക്കയുടെ തൈയാണ് കേട്ടോ. കോവയ്ക്കയ്ക്ക് നമ്മൾ പന്തലൊന്നും കെട്ടിക്കൊടുത്തിട്ടില്ല. അതിന് പകരം സൺഷെയ്ഡിലേക്ക് ഒരു നെറ്റ് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. നീല നിറത്തിലുള്ള ആ നെറ്റാണ് കെട്ടിയിട്ടുള്ളത്. അതിന് മുകളിലാണ് ഇത് പടർന്ന് കയറിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം കോവയ്ക്ക് നല്ലതുപോലെ കായ്ച്ചു. ഈ വർഷം കായ്ച്ചു തുടങ്ങുന്നേ ഉള്ളൂ. വേനലിൻ്റെ ഒരു ഉപദ്രവം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാം. പല വള്ളികളും കരിഞ്ഞു പോയിരുന്നു. ഇപ്പം എല്ലാം നല്ലതുപോലെ തളിർത്ത് വന്നിട്ടുണ്ട്. പൂക്കളുമുണ്ട്. നമുക്ക് അത്യാവശ്യം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ജൈവമായ കൃഷിയാണ്. ഒരു തരത്തിലുള്ള രാസവളവും ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ കീടനാശിനികളും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിളവ് അത്ര അധികം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അതാണ് സത്യം. ഇവിടെ പാവയ്ക്കയും കോവയ്ക്കയും എല്ലാം നമ്മളിങ്ങനെ പന്തലിട്ട് കൊടുക്കാതെ നെറ്റ് കെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പേരയ്ക്കയുടെ തൈയാണ്. കായ്ക്കുന്ന 4-5 തൈകൾ ഈ തൊടിയിലുണ്ട്. പേരയ്ക്കയും ധാരാളം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് അധികം കായൊന്നും കിട്ടാറില്ല. ഒരുവിധം എല്ലാം അണ്ണാനും കിളികളും എല്ലാം തിന്നു പോവുകയാണ് പതിവ്.